വൈദ്യുത പ്രതിസന്ധി സർക്കാരിന്റെ തട്ടിപ്പെന്ന് മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി. ഇല്ലാത്ത പ്രതിസന്ധിയുണ്ടാക്കി സ്വകാര്യ മേഖലയ്ക്ക് കടന്നു വരാനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കുന്നത് എന്നും, മുമ്പും മഴയിൽ കുറവുണ്ടായത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ പരിഹരിച്ചെന്നും എം മണി പറഞ്ഞു. വി സതീശനും വൈദ്യുതി മന്ത്രിയും പണം തട്ടാനുള്ള വഴിയൊരുക്കുകയാണെന്നും ഇതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്നാണ് സംശയിക്കുന്നത് എന്നും പറഞ്ഞ മണി, താൻ മന്ത്രിയായിരുന്നപ്പോൾ പവർ കട്ട് ഇല്ലാതാക്കിയത് സർക്കാരിന്റെ നയപ്രകാരമായിരുന്നെന്നും അന്ന് തന്നെ പരിഹസിച്ചവർ ഇന്ന് ഭരണത്തിലാണെന്നും എം മണി കുറ്റപ്പെടുത്തി. പവർക്കട്ട് വരുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന ഓരോ വീടുകളിലെ പ്രശ്നങ്ങളും ഇതൊക്കെയാണ്. അതിൽ ദുഃഖമാണുള്ളത്, അമർഷമുണ്ട്. അത് ക്ഷണിച്ച് പരീക്ഷണം കൂട്ടതും ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. ഏതെങ്കിലും നിലയിൽ വൈദ്യുതി ഇപ്പം വെള്ളം കുറവാണ്, മഴ കുറവുണ്ടെന്നുള്ളത് സത്യമാണ്. അങ്ങനെയാണ് അതിന് വൈദ്യുതി വേറെ ഉണ്ടാക്കുന്നതിന് കിട്ടൂല. രാജ്യത്ത് താപനിലയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് അതൊക്കെ വാങ്ങിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് പകരം ചുമ്മാ കൈകഴിയാൻ നിർമ്മാണ്ടി വന്നതിനാൽ തട്ടിപ്പിന്റെ ഏർപ്പാടാണ്. അല്ല പറഞ്ഞ വഞ്ചനയെന്ന് പറയും. ഇയാള് അധികാരത്തെ തുടരാൻ കഴിയില്ല, കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ കഴിയില്ല, രാജിവെച്ച് വേറെ പണി നോക്കണം, എന്നിട്ട് വേറെ ആരെങ്കിലും കഴിവുള്ളവരെ ഏൽപ്പിക്കണം. കോൺഗ്രസിനകത്ത് തന്നെ ഏറ്റവും ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ. അരീശൻ നിന്ന് ഒഴിഞ്ഞിട്ട് വേറെ അതിനകത്ത് കൊള്ളാവുന്ന ആളുകളുണ്ട്, അവരെ പിടിച്ചാക്കട്ടെ.